അപ്പം ആദ്യമായിട്ട് നമ്മളെ ഏജൻസി എങ്ങനെയാണ് അറിയുന്നത്? നമ്മൾ സോഷ്യൽ മീഡിയ വഴിയാണ് അറിഞ്ഞത്. ആരെങ്കിലും സജസ്റ്റ് ചെയ്ത് അങ്ങനെ സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ട് ആരെങ്കിലും പറഞ്ഞ് അങ്ങനെ അറിഞ്ഞതാണോ? അല്ല, സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ഒക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ ആഡ് കണ്ടു, അപ്പോൾ ഞാനത് കോണ്ടാക്ട് ചെയ്തു. അപ്പം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിട്ടും നമ്മൾ ഏജൻസി തന്നെയാണല്ലോ ചൂസ് ചെയ്തത്. അപ്പം അതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ. അത് ഞാൻ ഇതിന് മുന്നേ ഒരു ഏജൻസി നോക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് അത് അവർ ഭയങ്കര സ്കീമിങ് ആയിരുന്നു. ജസ്റ്റ് നമ്മളോട് നിന്ന് ക്യാഷ് വാങ്ങി, പക്ഷേ അവർ ചെയ്യേണ്ട സർവീസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു, നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. ആൻഡ് അതുപോലെ ഒരു പേടിയിൽ തന്നെയാണ് ഈ ഏജൻസിനെ നമ്മൾ അപ്രോച്ച് ചെയ്തതും. പക്ഷേ ഇതിൻ്റെ ഒരു ബ്രാഞ്ച് ഇവിടെ ഉള്ളതുകൊണ്ട്, ഫിസിക്കലായിട്ടൊരു ബ്രാഞ്ച് ഇവിടെ ഉള്ളതുകൊണ്ടും നമ്മൾ ജസ്റ്റ് അപ്രോച്ച് ചെയ്തു, നോക്കി. അപ്പം കസ്റ്റമർ സർവീസ് വളരെ നന്നായിരുന്നു. കൗൺസിലിംഗ് സെക്ഷനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു. യെസ്, ഡെഫിനറ്റ്ലി ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കാരണം നിങ്ങളുടെ കസ്റ്റമർ സർവീസ് ആയിക്കോട്ടെ, നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പം അപ്പം കോൾ എടുക്കാൻ പറ്റിയില്ലെങ്കിലും വിത്തിൻ 2-3 മിനിറ്റ്സ് തിരിച്ച് വിളിക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഇപ്പം ഒരുപാട് കൺട്രീസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ജോർജിയ തന്നെ ചൂസ് ചെയ്യാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? ഞാൻ ആദ്യം അപ്രോച്ച് ചെയ്തിരുന്നത് ജർമ്മനിയിലേക്കായിരുന്നു. കാരണം അവിടെ സ്റ്റൈഫണ്ട് അടക്കമുള്ള ഒരു സ്റ്റഡി പ്രോസസ്സായിരുന്നു നമുക്ക് അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ അതിനു വേണ്ടി കുറേ തവണ ജർമ്മൻ ലാംഗ്വേജിൻ്റെ എക്സാംസ് എഴുതി. ബട്ട് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല അത്. സോ ഞാൻ ലാംഗ്വേജ് പഠിക്കാതെ എവിടെയും കയറാൻ പറ്റുന്നൊരു കൺട്രിയാണ് നോക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് ജോർജിയ കിട്ടിയത്.